അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എണീക്കുമ്പം പച്ചക്കറികളെയൊക്കെ ഒന്ന് ചെന്ന് നോക്കണം. അപ്പം തക്കാളിയൊക്കെ അതാണ്ട് പൂത്ത് നിൽക്കുന്നതിനെ ഒന്ന് തട്ടിക്കൊടുത്താൽ ഈ പൂക്കൾ കൊഴിയാതെ എല്ലാ തക്കാളിയായിട്ട് പിന്നെ കായ പിടിച്ചു വരും. അപ്പോൾ വെണ്ടച്ചെടികൾ ഉണ്ട്. ഇത് വെണ്ടച്ചെടി അന്നേരം വെണ്ടയ്ക്ക ഉണ്ട് പിച്ചാൻ, അതും ഒന്ന് പിച്ചാം. ഇതിനെയൊക്കെ നോക്കി പുഴുവോ ഇലയോ കേടുള്ള ഇലയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പിച്ചിക്കളയാം. പിന്നെ വളമിടാറായോ എന്നൊക്കെ ഒന്ന് നോക്കാം. രാവിലെ നോക്കണം നമ്മളിതെല്ലാം. നമുക്കൊരു സന്തോഷമാണ്. നമ്മുടെ അസുഖങ്ങൾക്കൊക്കെ ഒരുപാട് ഒരു ഇത് വരും, മാറ്റങ്ങൾ വരും. ഈ സന്തോഷം നമ്മൾ ഇതൊക്കെ വളമിടുകയും വെള്ളം ഒഴിക്കുകയും ഇതൊക്കെ നോക്കി പച്ചക്കറികളൊക്കെ നോക്കി നമുക്കൊരു ദിവസത്തെ കൂട്ടാൻ വെക്കാനുള്ളതൊക്കെ ആവും. തീയൽ വെക്കാം, വെണ്ടയ്ക്ക ഇട്ട് തീയൽ വെക്കാം, മെഴുക്ക് വരട്ടാം. അങ്ങനെ ഇതാണ്ട ഈ പഴുത്ത ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പിച്ച് കളയണം. അപ്പോൾ ഇത് റോഡിൽ നിൽക്കുന്ന പിന്നെ വെണ്ടച്ചെടിയാണ്. നേരത്തെ ഞാൻ കാണിച്ചായിരുന്നു ഇതിന് വളമിടുന്നതൊക്കെ. അതിന് ശേഷമാണ് ഇത് ഇത്രയും വളർന്നു വന്നത്. ഇനിയിപ്പം ഉടനെ വളമിടാൻ നേരമായി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വഴുതനയുണ്ട്. റോഡിൽ നിൽക്കുന്ന വഴുതനയാണ്, അല്ല വെണ്ടച്ചെടിയും വഴുതനയെല്ലാം ഉണ്ട്. അപ്പം നമുക്കിതൊക്കെ ഒന്ന് പിച്ചി എടുക്കാം. വെണ്ടയ്ക്കാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മുറ്റിപ്പോകുന്ന സാധനമാണ്. അത് നമ്മൾ നാളെ പിച്ചാന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് നാളെ വന്ന് ചെന്നിൽ നോക്കുമ്പോൾ അത് മുറ്റിയിരിക്കും. അതിൻ്റെ മണ്ടയൊന്ന് ചെറുതായിട്ടൊന്ന് ഒടിച്ചു കൊടുക്കുമ്പോൾ അറിയാം അത് ഇത് പരുവാകും. മണ്ട ഒടിച്ചില്ലെങ്കിൽ അത് ഇതാവും. ഇത് ടെറസിൽ നിൽക്കുന്ന വെണ്ടയ്ക്ക. ഇത് ആനക്കൊമ്പൻ വെണ്ടയാണ്. ടെറസിൽ നിൽക്കുന്ന വെണ്ടയ്ക്കായും കൂടെ പിച്ചുവാണ് ഞാൻ. അപ്പോൾ എന്നിട്ട് ഇതിന് വളമൊക്കെ ഇട്ട് കൊടുക്കണം. ഞാൻ ഇട്ട് കൊടുക്കുന്ന വളം നമുക്ക് ഒരു പൈസ ചിലവില്ലാത്ത വളമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇപ്പം. പിന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. ഇതിനകത്തൊക്കെ മൊട്ട് വരാൻ നേരമായത്. അതിനകത്ത് വെണ്ടയ്ക്ക ഉണ്ട്, അതും കൂടെ പിച്ചാം. വേണ്ട ഇത് മുറ്റിപ്പോയി. അതിപ്പം വിത്തിന് നിർത്തിയേക്കാം. പിന്നെ ഇലയൊക്കെ കേടാവുന്ന വഴുതനയും പിച്ചാം. കേടാവുന്ന ഇനി വൈകുന്നേരം 2 ദിവസം കഴിയുമ്പം ഞാൻ പിന്നെ ഇതിനകത്ത് വളം കീടങ്ങളെ നശിപ്പിക്കാനുള്ള സോപ്പ് പൊടിയും ചാരവും സോഡാപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് നേർപ്പിച്ച് കഞ്ഞിവെള്ളത്തിൽ നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഈ വഴുതനങ്ങയൊക്കെ ഒന്ന് പിച്ചെടുക്കാം. അപ്പം നമ്മളിങ്ങനെയൊക്കെ ഒന്ന് പിച്ചു കൊടുക്കാം. നമുക്കൊരു ദിവസത്തെ കൂട്ടാനിക്ക് ഇതാവും. ഈ വഴുതനങ്ങ മുറിച്ച് ഒന്നിച്ച് ശകല നേരം അതിൻ്റെ കറ പോകാൻ വേണ്ടി നമ്മൾ വെള്ളത്തിൽ ഇടണം. ഇല്ലെങ്കിൽ അരി കഴിയ കാടിക്കകത്തിട്ടാലും മതി. ആ കറ പോയതിന് ശേഷം നമ്മൾ മീൻ പൊരിക്കാനെടുക്കുന്ന അരപ്പുണ്ടല്ലോ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും എല്ലാം കൂടെ ചേർത്ത് മസാല കൂടെ ചേർത്ത് വറുക്കണം. മീൻ വറുക്കുന്നത് മാതിരി വറുക്കണം. ഈ വഴുതനങ്ങ നല്ല സൂപ്പറാണ്. പിന്നെ വഴുതനങ്ങ ചുട്ട് ചമ്മന്തി അരങ്ങിയതാ. ഈ വഴുതനങ്ങ ചെടിയിൽ എൻ്റെ ചെടി മുരിങ്ങയുടെ ഇത് മഴയത്ത് ഒടിഞ്ഞു പോയി, കമ്പൊടിഞ്ഞപ്പോൾ ഞാൻ അത് കൊണ്ടുവച്ചു. അത് അവിടെ കിളിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതേമാതിരി ഒന്ന് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി, നമ്മുടെ മനസ്സിനൊരാനന്ദം. ഇത്ര ഇത് കിട്ടി. ഇന്നത്തേക്ക് ഒരു ദിവസത്തേക്കുള്ള കറിക്കുള്ള ഇതൊക്കെയായി. വറുക്കാം, വഴുതനങ്ങ വറുക്കാം, വെണ്ടയ്ക്ക തീയൽ വെക്കുകയോ പിന്നെ സാമ്പാറിലിടിയോ എന്തെങ്കിലും ചെയ്യാം. ഇതിനൊക്കെ വളം ഇട്ട് കൊടുക്കണം. ഞാൻ വളം ഇടുന്നത് ഞാൻ വളം കാണിക്കാം. എന്തുവാ വളം ഞാൻ ചെയ്യുന്നത്. ഒരു പൈസയുടെ ചിലവും ഇല്ല നമുക്ക്. ഇത് താഴെ നിൽക്കുന്നതാ. താഴെ മണ്ണിൽ നിൽക്കുന്ന കവറിനകത്ത്, അതായത് പൂ വരാറായി, ഇതിനൊക്കെ വളം ഇട്ട് കൊടുക്കാം നമുക്ക്. ഈ പുഴുക്കേടുള്ള ഇലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പിച്ച് കളയണം. പുഴുക്കേടുള്ള ഇല ഇതൊക്കെ ഒന്ന് പിച്ച് നുള്ളി കളഞ്ഞു കഴിഞ്ഞാൽ അത് കൂടെ വരും. വന്ന് നോക്കണം ഇത് പിന്നെ പുഴുക്കൾ വരുന്നോണ്ടോന്ന്. എന്നാലെല്ലാം നമുക്ക് നല്ല പുഴുവില്ലാത്ത വെണ്ടയ്ക്കൊക്കെ പിച്ചാൻ പറ്റും. അപ്പോൾ നമുക്ക് ഞാൻ കാണിക്കാം. ഞാൻ കൊടുക്കുന്ന വളം അടച്ച് ഭദ്രമായിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുവാണ്. നമ്മൾ അടുക്കളയിൽ നിന്ന് കളയുന്ന വേസ്റ്റ് എന്ന് പറഞ്ഞാൽ തേയിലക്കൊന്ത്, മുട്ടത്തോട്, പിന്നെ കൊച്ചുള്ളിയുടെ തൊലി ഉണ്ടല്ലോ, ഉള്ളിത്തൊലി, പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളവും കൊണ്ടുവന്ന് ഇതിനകത്ത് ഒഴിക്കും. അരി കഴുകിയ വെള്ളം ഒഴിക്കും. പിന്നെ മുട്ട പുഴുങ്ങുന്ന വെള്ളം ഒഴിക്കും. പിന്നെ കിഴങ്ങ് പുഴുങ്ങുന്ന വെള്ളം ഒഴിക്കും. ഇതെല്ലാം ഇതിനകത്തോട്ട് കൊണ്ടുവന്ന് ഒഴിക്കും. എന്നിട്ട് ഞാൻ കുറച്ച് ശർക്കരയും കൂടി ഇടും. അപ്പം ഞാൻ ഈ ഒരു ബക്കറ്റ് ഞാൻ വേസ്റ്റ് ഇടുന്ന ഒരു ബക്കറ്റാണിത്. ഈ ചപ്പും ചവറും ഒക്കെ എടുക്കുന്ന കൊട്ടയ്ക്ക് പകരം നിൽക്കുന്ന ഒരു പാത്രമാണ്. അപ്പോൾ നമുക്ക് കരിയിലയൊക്കെ മുറ്റം തൂക്കുന്ന കരിയിലയൊക്കെ വരുന്നത് അതിനകത്തോട്ട് കുറച്ചൊഴിച്ചിട്ട് പിന്നെ ഒന്ന് നേർപ്പിക്കണം. ഇത് നല്ല വളമാണ്. എൻ്റെ ഇത് കണ്ട, ഇതിനൊന്നും വലിയ വളമൊന്നും ഞാൻ ചേർക്കുന്നതല്ല. ഇത് പിന്നെ ഈ വേസ്റ്റുകളാണ്. ഈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ തേയിലക്കൊന്ത്. നമ്മൾ എന്ന് ദിവസവും ചായ എടുക്കുന്നതില്ലേ. അപ്പോൾ ഇതിനകത്തൊക്കെ ഒന്ന് മണ്ണിളക്കി കൊടുക്കാം. ഈ ചാക്കിലെ ചെവിടിൽ ഞാൻ മമ്മട്ടിയുടെ
പിന്നെ ഒരു സൈഡ് ഒരുമാതിരി ഇത് മാതിരി ഇരിക്കുക, കമ്പി മാതിരി ഇരിക്കുക, അത് വെച്ചൊന്ന് കുത്തി, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഒരു ഇത് മുനയുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ച് ചെറിയ മമ്മട്ടി ഉണ്ടെങ്കിൽ അത് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് മണ്ണും കൂടെ അതിൻ്റെ മേളിലോട്ട് നീക്കിയിട്ട് കൊടുക്കണം. മണ്ണ് നീക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, മണ്ണ് നിങ്ങൾ വളമിട്ടതിന് ശേഷം മണ്ണ് നീക്കിയിട്ട് കൊടുക്കണം. അന്നേരമാണ് അവർ ആരോഗ്യത്തോടെ വളരുന്നത്, നല്ല പുഷ്ടിയായിട്ട് വരുന്നത്. നമുക്ക് നല്ല വെണ്ടയ്ക്ക, നല്ല വലിയ വെണ്ടയ്ക്ക കിട്ടും. വെണ്ടയ്ക്ക ആയാലും തക്കാളി ആയാലും വേണ്ട ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കണം. കുറ്റിമല്ല ഞാൻ പ്രൂൺ ചെയ്യുന്ന വീഡിയോ ഇട്ടിരുന്ന് അതിനും ഒഴിച്ചു കൊടുക്കാം. അതിന് ഒഴിച്ചു കൊടുത്തില്ലായിരുന്നു, ഭയങ്കര മഴയില്ലായിരുന്നു. ഇപ്പം മഴ കുറച്ച് മാറി, പകൽ വെയിലും രാത്രി മഴയുമാണ് ഇപ്പം. എന്നാലും ഇടയ്ക്കൊക്കെ മഴയുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, വെയിൽ വരുന്നുണ്ട്. കൊടും മഴ, ആ വേനൽ മഴയൊക്കെ അങ്ങ് മാറിയില്ലേ, ഇനി വരുന്നുണ്ട്, കാലവർഷമൊക്കെ ഇനി വരുന്നുണ്ട് ഈ വെണ്ടച്ചെടിക്കും. അപ്പോൾ ഞാൻ കുറേശ്ശെ ഞാൻ എല്ലാം കൂടെ ഒന്നിച്ച് വളമിട്ട് കൊടുക്കാൻ നിൽക്കത്തില്ല. ഒരു ദിവസം ഇതിനൊക്കെ ഇട്ട് കൊടുത്താൽ ഒരു ദിവസം റോഡിലെ ഇതിന് വളമിട്ട് കൊടുക്കും, റോഡിൽ നിൽക്കുന്ന ഒരു ദിവസം ടെറസിൽ നിൽക്കുന്ന പച്ചക്കറിക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് നമ്മളങ്ങ് ക്ഷീണിച്ച് തളരും. അപ്പോൾ കുറേശ്ശെ ആകുമ്പോൾ ഒരു അരമണിക്കൂർ നേരം ഇതൊന്ന് കൊത്തി ഇളക്കി ആ താഴെ കിടക്കുന്ന മണ്ണ് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അത് മതി. അവരുടെ ആഹാരം ഇതൊക്കെയായി, പച്ചക്കറിയുടെ ആഹാരം ഇതൊക്കെ അങ്ങ് വലിച്ചെടുത്ത് അവർ നല്ല വിളവ് തരും. അതുകൊണ്ട് ആ മുല്ലയുടെ ചെവിടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ കുറ്റിമുല്ല ഇതിൻ്റെ ചവിട്ടി കൊണ്ട് വെച്ചേക്കുന്നത് എന്തിനാണെന്നറിയാം, ഇത് പ്രാണിയൊക്കെ ഉണ്ടെങ്കിൽ ഈ വെണ്ടച്ചെടിയിലെ പ്രാണിയൊക്കെ മുല്ലപ്പൂവിനകത്തോട്ട് വന്ന് കയറട്ടെന്ന് വിചാരിച്ച്. മുല്ലമൊട്ട് വയ്ക്കുമ്പോൾ മണമല്ലേ, അപ്പോൾ അതുകൊണ്ട് നല്ല ആരോഗ്യമായിട്ട് അതൊരു പരീക്ഷണത്തിന് ഞാൻ വെറുതെ വെച്ചതാണ്. പക്ഷേ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ്. മണമുള്ള ഇതൊക്കെ അങ്ങോട്ട് വെച്ചതാണ്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. മുല്ലച്ചെടി കുറ്റിമുല്ല അങ്ങോട്ട് വെച്ച് കൊടുത്ത്, അപ്പോൾ അതിൻ്റെ പൂക്കളുടെ മണത്ത് ആ അതിനകത്തോട്ട് വരും. നമ്മുടെ പച്ചക്കറിയൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടിയും വരും, അതിനകത്ത് വലുതായിട്ട് കേടും വരത്തില്ല. അപ്പോൾ ഈ മഴ ഭയങ്കര ദോഷം ചെയ്തേയില്ലേ എല്ലാവർക്കും. ഭയങ്കര മഴയല്ലായിരുന്നു കാലവർഷം, അല്ല വേനൽ ചൂട്. കാലവർഷം ഇനി വരുന്നതേ ഉള്ളൂ, ഇനി കിടക്കുക. അതിനകത്ത് എല്ലാം ഒഴിച്ചു കൊടുത്ത് മണ്ണും കൂടി ഇട്ട് കൊടുക്കാം. അതൊരു പച്ചമുളകായിരുന്നു, പച്ചമുളകിനാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അതിനും കൂടെ ശകലം മണ്ണിട്ട് കൊടുക്കാം. ഒരു മഞ്ഞളുണ്ട്, ഒരു കപ്പത്തൈ അതിനകത്തുണ്ട്, ഒരു പച്ചമുളകുണ്ട്. അവരെല്ലാം കിളിച്ച് കയറി വരട്ടെ. ഈ മഴയത്ത് എനിക്ക് പിന്നെ തക്കാളി ഈ മഴയത്ത് ഭയങ്കര പാടാണ്. തക്കാളി, ചീര ഇത് രണ്ടും ഈ മഴയത്ത് ശരിയാവത്തില്ല. എൻ്റെ തക്കാളി ചെടിയൊക്കെ താഴെ മേളിൽ നിന്നതാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഇപ്പം താഴെ നിൽക്കുന്ന തക്കാളി നല്ല ആരോഗ്യത്തിൽ വന്നേ, പക്ഷേ തിരിഞ്ഞു നോക്കാൻ പറ്റിയില്ല. അതിനെ ഒന്ന് വന്ന് നോക്കാനും, കാരണം മഴയില്ല, പകരം അങ്ങ് മഴയില്ലായിരുന്നു. അതുകൊണ്ട് സമയത്തിന് അതിനെ ഒന്ന് കട്ട് ചെയ്യാൻ പറ്റിയില്ല, അതിന് വളമിട്ട് കൊടുക്കാൻ പറ്റിയില്ല. അത് ഞാൻ കാണിക്കാം ആ തക്കാളിയുടെ അവസ്ഥകൾ. കണ്ട കോല് മാതിരി വരുവാണ്, ഒരാരോഗ്യം ഇല്ലാതെ. അതിന് ഇച്ചിരി വളം ഇട്ട് കൊടുക്കാം. ഇവിടെയൊക്കെ ഉണ്ട് ആരോഗ്യമില്ലാതെ വളർന്ന്. ഇതിന് ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മണ്ടയൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കാം. അപ്പോൾ ചിലപ്പോൾ കിളിച്ച് കയറുവാണെങ്കിൽ കയറട്ടെ. ഇവിടെയൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ ആരോഗ്യമില്ലാതെ വളർന്നത്. ഈ മഴ ശരിയാവത്തില്ല തക്കാളിക്ക്, അല്ലെങ്കിൽ പിന്നെ മഴ കൊള്ളാതെ മാറ്റി വെക്കണം. അതിൻ്റെ ഇടയ്ക്ക് ചെടിയും നിൽപ്പുണ്ട്. കാ പിടിക്കാറായി വരുന്നതേ ഉള്ളൂ. ഇതിപ്പം കാ പിടിച്ചതാണ് നേരത്തെ കാണിച്ചത്. പല സെക്ഷനിലായിട്ട് അരി കിളിക്കുമ്പോൾ ഞാനങ്ങ് നടും. ഇത് കണ്ട മിറാക്കിൾ ഫ്രൂട്ടാണിത്. അത് എൻ്റെ ചെവിട്ടിൽ തനിയെ ഒരു തക്കാളി അരി വീണ് കിളിച്ചതാണ്. അപ്പോൾ അതിനെ ഒന്ന് വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് ചിലപ്പോൾ ഒന്ന് ഇതാവാലോ. മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. നല്ല മധുരമാണെന്നാണ് പറയുന്നത്. നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചതാ. അതിന് ഇട്ട് കൊടുത്ത് മണ്ണ് നീക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും കിളിച്ച് വരട്ടെ. മിറാക്കിൾ ഫ്രൂട്ട്, പിന്നെ അതിൻ്റെ ആ ഫ്രൂട്ടും കഴിക്കാം. തക്കാളി പിടിച്ച് വരുവാണെങ്കിൽ നമുക്ക് തക്കാളിയും പിച്ച് കറി വെക്കാം. ഇത് കണ്ട തക്കാളി കോല് മാതിരി വളർന്നു വരിക. കണ്ട ഒരാരോഗ്യം ഇല്ലാത്ത കണക്കാണ് വളരുന്നത്. സാധാരണ അങ്ങനല്ല. ഞാൻ മണ്ണൊക്കെ കൂടെ നീക്കിയിട്ട് കൊടുക്കും, വളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിനെ മക്കളെ നോക്കുന്ന കണക്കാണ് ഞാൻ ഈ പച്ചക്കറികളെ നോക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല ഫലം തരും. ഓരോ ദിവസം വരുമ്പോഴും എനിക്ക് വിൽക്കാനുള്ള വഴുതനങ്ങ ആയാലും തക്കാളി ആയാലും വെണ്ടയ്ക്ക ആയാലും എല്ലാം, പയറ് എല്ലാം ഉണ്ട്, കിട്ടും. ചീരയുണ്ട്, ചീരയുടെ സമയത്ത് ചീര കിട്ടും.
ഇത് കൊത്തി ഒന്ന് ഇത് കത്രിക കൊണ്ട് തന്നെ ഞാനൊന്ന് ഇളക്കിയിട്ട് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. വേണ്ട അതാ നിൽക്കുന്ന കണ്ട തക്കാളി കോല് മാതിരി അങ്ങ് പോവുക. കൂടെ ഈ തക്കാളിക്ക് എന്ന് പറഞ്ഞാൽ മണ്ണിട്ട് കൊടുക്കണം. അതിനകത്തുനിന്ന് ആ തക്കാളിയുടെ കമ്പിനകത്തുനിന്ന് വേര് വരും. വേര് വരുന്നതിനനുസരിച്ച് നമ്മൾ മണ്ണിട്ട് കൊടുത്താൽ അവർ ഭയങ്കര ആരോഗ്യത്തോടു കൂടി നല്ല ഇതായിട്ട് വരും. അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ആ മണ്ണിട്ട് ഞാൻ അതിനകത്തൊക്കെ കൊടുക്കുവാണ്. കിട്ടുവാണെങ്കിൽ ഒരു തക്കാളി കിട്ടട്ട്, നമ്മുടെ മുറ്റത്തല്ലേ. അപ്പോൾ കുറേശ്ശെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ വീട്ടിലെ ജോലി ചെയ്യാനും നമുക്ക് അന്നേരം സമയം അരമണിക്കൂർ ഇതിനകത്ത് വന്ന് നിന്നിട്ട് നമുക്ക് അങ്ങ് അടുക്കളയിൽ കയറാൻ ജോലി ചെയ്യാൻ. ഇത് ഫുൾ സമയം ഇതിനകത്തൊന്നും നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. രാവിലെ ഒന്ന് ഇറങ്ങി ഇവരെയൊക്കെ ഒന്ന് പരിചരിച്ച് പിന്നെ വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനകത്ത് പുഴുക്കേടുണ്ടെങ്കിൽ അതും ഒന്ന് തട്ടിക്കളയാം. കേടായ ഇലയുണ്ടെങ്കിൽ അതും എടുത്ത് പിച്ച് കളയാം. വേണ്ട പഴുത്തിരിക്കുന്ന തക്കാളിയുടെ ഇല. അപ്പോൾ പിന്നെ ഇത് ഞാൻ ഇനി ഈ റോഡിൽ ഞാൻ പിന്നെ ഒഴിക്കത്തുള്ളൂ. റോഡിൽ നിൽക്കുന്നതിന് വളമിടാൻ നാളെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒരു ദിവസമായാൽ ശരിയാവത്തില്ല. അപ്പോൾ അടുക്കളയിൽ പല ജോലികളുള്ളതല്ലേ. കാപ്പി കുടിക്കാനൊക്കെ ആൾക്കാർ വരും. അവർക്കെല്ലാം റെഡിയാക്കണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.